ജോർജ് കൂടി പറ, ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുക? CPM-നെ ചോദ്യമുനയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും CPM-നെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൂടെ? അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ മുന്നണിയിലുള്ള ഒരാൾ കാണിച്ച അബദ്ധത്തിന് ഞങ്ങൾ എന്തിനു മറുപടി പറയണം? ഡോക്ടർ അരുൺ, അത്ര ലാഘവത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. താങ്കൾ തന്നെ വളരെ കൃത്യമായി സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന്, ഈ മുസ്തഫയായിട്ട് ഈ ജാഫർ നടത്തിയ സംഭാഷണം. അതിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ആ സംഭാഷണത്തിൽ വ്യക്തമാണ്. അതിനുശേഷം ബാബുവിന്റെ ഈ പറയുന്ന മണ്ഡലം, അതായത് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു കൊടുക്കുന്ന ഓഫർ, അങ്ങനെ ഒരു ഓഫർ ചുമ്മാ കൊടുക്കില്ലല്ലോ. അതായത് താങ്കൾ തന്നെ കൃത്യമായി ചോദിച്ചല്ലോ, ബാബുവിന് ഇപ്പോൾ ഈ ജാഫറിന് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ്, കെ അബ്ദുൽ ഖാദർ, ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ ആണെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന് അത്ര ലാഘവത്തിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സംശയങ്ങൾ, ചൂണ്ടുവിരലുകൾ പാർട്ടിയുടെ നേരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അനിൽ അക്കര എന്ന് പറയുന്ന ആള് കുറെ കാലമായിട്ട് ഈ പറയുന്ന CPM-ന്റെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ തലവേദനയാണ്. അവരെ എപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ വിഷമവൃത്തത്തിൽ വല്ലാതെ അകപ്പെടുത്തുന്ന, ലൈഫ് മിഷൻ കേസിലായാലും മറ്റു പല സംഭവങ്ങളിലായാലും അനിൽ അക്കര എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാർഗറ്റാണ്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നോമിനി അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതിന് ഈ മാർഗം അവലംബിക്കുമോ എന്ന സംശയം എൻ്റെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും CPM വേറെ ഏത് നേതാവ് ഷൈൻ ചെയ്താലും CPM അത്രത്തോളം അലവസരപ്പെടില്ല. മറിച്ച് അനിൽ അക്കര ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത് ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതൊരു വസ്തുതയാണ്. തൃശ്ശൂരിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. ഇതിനകം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അബ്ദുൽ ഖാദർ എന്തൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ അറിയാതെ പറ്റിപ്പോയെന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വോട്ട് മാറ്റി കുത്തിയതാണ്. അത് UDF അധികാരത്തിൽ വരരുത്, ഒരു വോട്ടെടുപ്പിലേക്ക് പോകരുത്, ടോസിംഗിലേക്ക് പോകരുതെന്ന് അദ്ദേഹം കൃത്യമായി ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വോട്ട് മാറി ചെയ്തത്, അല്ലാതെ അബദ്ധമൊന്നുമല്ല. അങ്ങനെ അതിനുശേഷം അത് സുബദ്ധമാക്കാൻ, അല്ലെങ്കിൽ ഒരു തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാണെങ്കിൽ അദ്ദേഹം ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരാതെ ഇരിക്കുക കൂടി ചെയ്തപ്പോൾ ഇത് കുറെ കൂടി ശക്തിപ്പെടുകയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരകമായ ഘടകം എന്താണ്? അന്വേഷണം നടക്കട്ടെ. മുസ്തഫയുണ്ട്. മുസ്തഫ എന്തോ കൈ ഉയർത്തി, താങ്കൾ പ്രതികരിക്കാൻ. ഇതിലേ എന്താന്ന് വെച്ചോ, അതായത് ഈ അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. കാരണം ഞങ്ങളുടെ ക്യാമ്പിൽ VD സതീശൻ സാറ് ഒരു കാര്യം പറയലുണ്ടായി. കാരണം CPM-നെ തോൽപ്പിക്കാം, പക്ഷെ അവരെ തോറ്റത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട് എന്ന് പറഞ്ഞതുപോലെ ഇത് നബീസാക്ക് വോട്ട് ചെയ്തിട്ട് അവ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ പറയാണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അത് അസാധുവാണ്. എന്താണ് ഇതൊക്കെ പറയുന്നത്? എന്താണ് ഇതിനൊക്കെ മറുപടി പറയാം? പിന്നെ ആളൊരു വെല്ലുവിളി പറഞ്ഞു അവിടെ വന്നിട്ട്, അതായത് കോൺഗ്രസിന് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ആ വെല്ലുവിളി വരവൂരുള്ള ജനങ്ങളും അതുപോലെ തന്നെ വടക്കാഞ്ചേരി ബ്ലോക്കിലെ ജനങ്ങളും അത് ഏറ്റെടുക്കും. അത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധൈര്യമുണ്ടെങ്കിൽ നബീസ് ഒന്ന് രാജിവെച്ചിട്ട് ഒന്ന് തെരഞ്ഞെടുപ്പിന് ഇറങ്ങട്ടെ, എന്നിട്ട് നല്ല രീതിയിൽ അവിടെ ഇരിക്കുക 5 വർഷം. പിന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം 6 മെമ്പർമാർ, ഷാനവാസിനെ പോലുള്ള, അതുപോലെ തന്നെ പ്രേമേട്ടനെ പോലുള്ള, അതുപോലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള 6 മെമ്പർമാർ അവിടെ ഉണ്ട്. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 മെമ്പറായിരുന്നു. വലിയ സുഖം ഒരു മിനിറ്റ് സമയം അങ്ങേക്ക് ഈ ചോദ്യത്തിനും കൂടിയുള്ള മറുപടി നൽകണം. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ CPM-ന്റെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം PN രാമചന്ദ്രനെ നിങ്ങൾ പുറത്താക്കിയത് UDF-ന് അയാൾ വോട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ അട്ടിമറി എന്ന് കരുതുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയാളെ അയോഗ്യനാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ചേലക്കരയിൽ രാമചന്ദ്രൻ ചെയ്തത് ഒരു അട്ടിമറിയാണെങ്കിൽ ഇവിടെയും അതൊരു അട്ടിമറി സാധ്യതയല്ലേ? അല്ല, ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പരസ്പരം പുകഴ്ത്തുകയും അനിൽ അക്കര ഞാൻ എന്തോ അത്ഭുതമാണ് എന്ന് സ്വയം വീമ്പിളക്കുകയും ചെയ്തത് കേട്ടു. അതിനുള്ള അവകാശം അവർക്കുണ്ട്. തൃശ്ശൂർ മേയർ തെരഞ്ഞെടുപ്പില് സ്വന്തം പാർട്ടിയുടെ കൗൺസിലർ എന്താ പറഞ്ഞത്? DCC പ്രസിഡന്റ് മേയർ സ്ഥാനത്തിന് കോഴ ആവശ്യപ്പെട്ടു. അഴിമതി വിരുദ്ധനായിട്ടുള്ള അനിൽ അക്കരെ ഒന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിയുടെ കൗൺസിലറല്ലേ അത് പറഞ്ഞത്? അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ ഈ നേരത്തെ പറഞ്ഞ വീമ്പിളക്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ആവർത്തിച്ച് പറയുന്നു,
ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് നമ്മളൊരു അക്കാദമിക് ചർച്ച CPIM-നെതിരായിട്ട് നടത്തുമ്പോൾ ഉന്നയിക്കുന്ന നിങ്ങൾ സീനിയറായ എന്നെ ആളുകൾ പൊയ്വെടിയാണ്. അത് വിട്. പൊയ്വെടിയാണ്. യാതൊരു തരത്തിലും സാങ്കത്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോർജ് പൊടിപ്പാറ എൻ്റെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചാൽ അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ യാതൊരു തരത്തിലും CPIM-നെതിരായി വിരൽ ചൂണ്ടാൻ കഴിയാത്തൊരു കാര്യം UDF-നകത്തെ അന്തചിത്രം കൊണ്ട് വോട്ട് മാറി ചെയ്തതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല സാർ. ശരി. നിങ്ങളുടെ അതിൽ ഒരു പുല്ലുമില്ല, ഒരു തെളിവുമില്ല. ശരി. ഏത് നിയമ നടപടി സ്വീകരിച്ചാലും നേരിടും. ഓക്കെ, താങ്ക് യു. ആ കോൺഫിഡൻസ് ആണ് CPM-നുള്ളത്. എന്നാൽ തെളിവുകളുണ്ട് എന്ന് അനിലക്കര പറയുന്നു. തെളിവുകൾ വരട്ടെ, അന്വേഷണം നടക്കട്ടെ. നന്ദി. Debate with Dr. Arun Kumar.